യൂട്യൂബിൽ തമാശ വീഡിയോകൾ ചെയ്തു തുടങ്ങിയ പയ്യൻ. $800 വെച്ചൊരു ചെറിയ സിനിമ പിടിച്ച് യൂട്യൂബിലൂടെ റിലീസ് ചെയ്തവൻ. ഇന്ന് അവനും വെറും 7.5 കോടി ബജറ്റിൽ അവൻ സംവിധാനം ചെയ്ത സിനിമയുമാണ് ചർച്ച. ഒബ്സഷൻ എന്ന അമേരിക്കൻ സൂപ്പർ നാച്ചുറൽ സൈക്കോളജിക്കൽ ഹൊറർ ചിത്രമാണ് സിനിമാ പ്രേമികളുടെ ഇപ്പോഴത്തെ ഒബ്സഷൻ. ഹൊററാണ്, എന്നാൽ ഹൊറർ സിനിമയുടെ ട്രേഡ് മാർക്കായ ജംസ്കെയറുകളില്ല. പക്ഷേ കണ്ടിരിക്കുന്നവരിൽ ഭയപ്പാട് നിറയ്ക്കും, അസ്വസ്ഥത തോന്നിപ്പിക്കും, ഒരുതരം ക്രീപ്പി ഫീലിംഗ്. സിനിമയിൽ നായകനുണ്ടാകുന്ന അതേ അവസ്ഥ നമുക്കും ഫീൽ ചെയ്താലോ? അതന്നെ. $224 മില്യൺ, അതായത് 2100 കോടിയിലധികം ഇന്ത്യൻ രൂപ ഒബ്സഷൻ്റെ ഇതുവരെയുള്ള ആഗോള കളക്ഷനാണ്. സിനിമ കയറിയങ്ങ് ഹിറ്റായതോടെ എല്ലാവരുടെയും ചോദ്യം ഒന്നായിരുന്നു: ആരാണ് ഇതിൻ്റെ സംവിധായകൻ? അയാളുടെ മുൻ വർക്കുകൾ ഏതൊക്കെയാണ്? ഇതറിയാൻ നമ്മൾ യൂട്യൂബിൽ കയറി കറി ബാക്കർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ എത്തുക ദാറ്റ്സ് എ ബാഡ് ഐഡിയ എന്നൊരു യൂട്യൂബ് പേജിലേക്കാണ്. മീറ്റ് കറി ആൻഡ് കൂപ്പ്, എ ഹൊറിബിൾ സ്കെച്ച് കോമഡി ഡുവോ. ഇതാണ് ആ യൂട്യൂബ് പേജിൻ്റെ ഡിസ്ക്രിപ്ഷൻ. തൻ്റെ 18ാം വയസ്സിൽ കറി ലോസ് ആഞ്ചൽസിലെ ന്യൂയോർക്ക് ഫിലിം അക്കാഡമി ക്യാമ്പസിലെത്തി. അവിടെ വെച്ചാണ് സഹപാഠിയായ കൂപ്പർ ടോംലിൻസണെ കറി പരിചയപ്പെടുന്നത്. ഇരുവരും വീക്കെൻഡ്സിൽ വീഡിയോകൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിടും. ബാക്കർ എഴുതി രണ്ടുപേരും അഭിനയിക്കുന്ന കോമഡി പ്ലോട്ട് ലൈനുള്ള 10-15 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോസ്. കോവിഡ് വന്നപ്പോൾ രണ്ടുപേരും കോളേജ് ഡ്രോപ്പ് ചെയ്ത് ഫിലിം മേക്കിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പോകെ അവരുടെ ചാനൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിലും എത്തി. 1999 ജനിച്ച ബാക്കർ US-ലെ അലബാമയിലാണ് തൻ്റെ കുട്ടിക്കാലം ചിലവിട്ടത്. സ്കൂളിൽ നിരന്തരം Cയും Dയും ഗ്രേഡുകൾ കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റുഡൻറ്റ്. പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഏർപ്പെട്ട അവൻ ഒരു റോക്ക് ബാൻഡിൽ അടക്കമുണ്ടായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പല ലോക്കൽ പ്ലേസിലും അഭിനയിക്കുകയും ഒരു ഫിലിം ക്ലബ്ബ് തുടങ്ങുകയൊക്കെ ചെയ്തു. 11ാം വയസ്സിൽ കറി തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ഹൊറർ ചിത്രം കണ്ടു. 2003 പുറത്തിറങ്ങിയ ഓൾഡ് ക്ലാസിക്കിൻ്റെ റീമേക്കായ ദ ടെക്സാസ് ചെയിൻസോ മാസക്കർ. ചിത്രം തുടങ്ങി 10-15 മിനിറ്റിനുള്ളിൽ ഒരു സ്ത്രീ സ്വയം വെടിവെക്കും. ആ സീൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഷോക്കായിരുന്നെന്നാണ് കറി പറയുന്നത്. അന്നത്തെ രാത്രി അവൻ പേടിച്ച് അമ്മയോടൊപ്പമാണ് ഉറങ്ങിയത്. തനിക്ക് ഏറ്റവും വലിയ പേടി സമ്മാനിച്ചെങ്കിലും അന്നത്തെ ആ ഷോക്ക് കറിക്ക് ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് കൂടിയായിരുന്നു. ആ സംഭവത്തിന് ശേഷം അയാൾ ആ ഫീലിംഗ് തേടി നടന്നു, ഹൊറർ ചിത്രങ്ങളിലേക്കെത്തി. 2022 ഒക്ടോബറിൽ കറിയുടെ ഹെവി ഐസ് എന്ന ഷോർട്ട് ഫിലിം എത്തി. 5 മിനിറ്റ് മാത്രമുള്ള ചിത്രം. കറി തന്നെ അഭിനയിച്ച ഷോർട്ട് ഫിലിമിൽ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ ഹെവിയായി തന്നെ എടുത്തു വെച്ചു. 2023 മാർച്ചിലാണ് ദ ചെയർ എന്ന ബാക്കറിൻ്റെ അടുത്ത ഷോർട്ട് ഫിലിം എത്തുന്നത്. ഒബ്സഷൻ നൽകുന്ന അതേ ഫീലിംഗ് അതിന് മുന്നേ ചെയറിലൂടെ വെറും 24 മിനിറ്റിൽ അയാൾ തന്നിരുന്നു. ഒരു കസേരയാണ് അതിലെ ഹൊറർ എലമെൻറ്റ്. അതിലും നായകൻ കടന്നു പോകുന്ന മാനസികാവസ്ഥയാണ് പ്രേക്ഷകരെ ഉലയ്ക്കുന്നത്. നായികയുടെ ചിരിയാണ് പടം കഴിഞ്ഞാലും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. പേടിപ്പിക്കുന്ന ഷോട്ടുകളില്ല, വളരെ സ്ലോലി പോകുന്ന സീനുകൾ. കഥാപാത്രങ്ങളുടെ പെരുമാറ്റം ആ കൂട്ടത്തിലുള്ള ഒരാളെന്ന പോലെ നമ്മളെയും വല്ലാതെ ബാധിക്കുന്നു. എന്താണ് ഇവരെല്ലാവരും ഇങ്ങനെ പെരുമാറുന്നതെന്നോർത്ത് നമ്മൾക്ക് തന്നെ വട്ടാകും. തിരക്കഥ, സംവിധാനം, നിർമ്മാണം, കമ്പോസിങ്, എഡിറ്റിംഗ്, അങ്ങനെ ചെയറിൽ എല്ലായിടത്തും കറിയുടെ കയ്യൊപ്പുണ്ട്. 10 മില്യണിലധികം വ്യൂസുള്ള ചെയർ കണ്ട പ്രൊഡ്യൂസർ ജെയിംസ് ഹാരിസ് ബാക്കറെ സമീപിക്കുകയും ചെയർ ഒരു ഫീച്ചർ ഫിലിമായി അഡാപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അതിൽ ഒരു അവസരം കണ്ട ബാക്കർ ഒബ്സഷൻ്റെ ഐഡിയ പിച്ച് ചെയ്യുകയായിരുന്നു. ചെയറിന് ശേഷം വാണിങ്സ്, എനിഗ്മ എന്നീ ഷോർട്ട് ഫിലിംസും ബാക്കർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുശേഷമാണ് ഒരു ഫുൾ ലെങ്ത് സിനിമ പിടിക്കാൻ കറി ഇറങ്ങിയത്. വെറും $800 ബജറ്റിൽ കറിയും കൂപ്പറും ചേർന്ന് നിർമ്മിച്ച ഫൗണ്ട് ഫുട്ടേജ് ഹൊറർ ഫിലിം മിൽക്ക് ആൻഡ് സിറിയൽ. ഏകദേശം 1 വർഷം ചിത്രത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനായി ആളെ തേടി അലഞ്ഞെങ്കിലും ആരെയും കിട്ടാതെ വന്നപ്പോൾ അവർ ആ സിനിമ തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ടു. ആ ചിത്രവും ആളുകളുടെ മൈൻഡിനെ വട്ടം കറക്കുന്നതായിരുന്നു. ഒറിജിനൽ സ്കോർ, റൈറ്റിംഗ്, ഡയറക്റ്റിംഗ്, എഡിറ്റിംഗ്, പ്രൊഡ്യൂസിംഗ്, സിനിമാറ്റോഗ്രഫി എല്ലാം കറിയും കൂപ്പറും ചേർന്ന്. അഭിനയിച്ചതും ഇവർ തന്നെ. ഇപ്പോഴത്തെ കറിയുടെ 2ാമത്തെ സിനിമയായ ഒബ്സഷനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ തിയേറ്റർ റിലീസ്. ഇന്ത്യൻ ഒറേറ്റിയും മൈക്കൽ ജോൺസ്റ്റനും പ്രധാന വേഷത്തിലെത്തിയ ഒബ്സഷൻ ഹോളിവുഡിൽ ഒരു ന്യൂ വേവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ ചിത്രത്തിലും നായികയുടെ ചിരി തന്നെയാണ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. നമ്മളുടെ മനസ്സിനെയാണ് അയാൾ ലക്ഷ്യമിടുന്നത്. ഇതിനു മുൻപ് കറിയെടുത്ത പടങ്ങളോട് സാമ്യത തോന്നുമ്പോഴും ഒബ്സഷൻ തരുന്നത് ഒരു ഫ്രഷ് അപ്രോച്ചാണ്. അയാളുടെ അടുത്ത പേടിപ്പിക്കലിനായി കാത്തിരിപ്പിലാണെന്ന് സിനിമാ ലോകം. A24 വേണ്ടി തന്നെ ഹൊറർ സിനിമകളുടെ ഇഷ്ടക്കാരനാക്കിയ ടെക്സാസ് ചെയിൻസോ മാസക്കറിൻ്റെ പുതിയൊരു വെർഷൻ്റെ ചർച്ചകളിലാണ് കറി എന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ നമ്മൾ വിറ്റ്നസ് ചെയ്യുക ആ ഫ്രാഞ്ചൈസിയിലെ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായിരിക്കും.